നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ കണ്ട തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവത്തിന് കുന്നംകുളത്ത് കൊടിയിറക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ചാലക്കുടിയെ മറികടന്ന കായിക കിരീടം തൃശൂർ ഈസ്റ്റിന്. ആതിഥേയരായ കുന്നംകുളം 5ാമത്. കുത്തകകൾ തകർത്ത് ഗുരുവായൂർ ശ്രീകൃഷ്ണയ്ക്ക് ചാമ്പ്യൻ സ്കൂൾ നേട്ടം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ഒക്ടോബർ 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞിക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാക്രമണം. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം വെട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ചികിത്സയ്ക്കിടെ വെള്ളർക്കാട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മരിച്ചയാളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ട ചെറമനങ്ങാട് പൗരാവലി ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പൊതുമരാമത്ത് റോഡുകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ റോഡെന്ന ഖ്യാതിയുള്ള കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ഒക്ടോബർ 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 27-ന് പകൽ 5-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. പന്നിത്തടത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ഇത് കടന്നുപോകുന്ന 4 പഞ്ചായത്തുകൾ കൂടിയാണ്. ഓർക്കുളം, ചൊവ്വന്നൂർ, കടങ്ങോട്, തൂണ്ടൽ പഞ്ചായത്ത് 2 നിയോജകമണ്ഡലങ്ങളിൽ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ആ പരിപാടി 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടി നല്ല ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കാനാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. സംഘാടക സമിതി രൂപീകരിച്ച സംഘാടക സമിതി തീരുമാനിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ച് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ EI സജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാമകൃഷ്ണൻ, മീന സാജൻ, രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരപ്രദേശത്തെ ഗതാഗത തിരക്ക് കുറയ്ക്കുകയും തൃശൂരിൽ നിന്ന് കേരളത്തിന്റെ ഉത്തര മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുന്നതിനായി നടപ്പാക്കിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. കിഫ്ബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പിലാക്കിയിരിക്കുന്നത്. BMBC ടാറിംഗ് ഉൾപ്പെടെ IRC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1.90 കിലോമീറ്റർ നീളത്തിൽ വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയായ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാങ്കേതികവിദ്യ പ്രയോഗിച്ചുള്ള ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം ജംഗ്ഷനിൽ 19.39 ലക്ഷം രൂപ ചെലവിൽ കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ പരിഗണിച്ച് ഈ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയതോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി യെല്ലോ ബോക്സ് മാർക്കിംഗ് എന്നറിയപ്പെടുന്ന റോഡ് മാർക്കിംഗും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കിംഗ് നടപ്പിലാക്കുന്നത് ഇതാദ്യമായാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതിയുടെ ആകെ ചെലവ് 48.59 കോടിയിൽ നിന്നും 54.61 കോടിയായി ഉയർത്തുകയും ചെയ്തു. പഴഞ്ഞിക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാക്രമണം. പുരുഷ നഴ്സ് ഫൈസൽ, ആംബുലൻസിലെ ജീവനക്കാരി അശ്വനി, ആശുപത്രി അറ്റൻഡർ അനിതാകുമാരി എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുന്നംകുളം പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. അച്ഛനെ ചികിത്സിക്കാനായി എത്തിയ അയ്യൂർ സ്വദേശിയായ യുവാവും ഇയാൾക്കൊപ്പം എത്തിയ 2 പേരുമാണ് ആക്രമണം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. അക്രമികൾ പുരുഷ നഴ്സിന്റെ ഫോൺ പിടിച്ചു പറിച്ച് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഫോൺ തിരികെ നൽകി. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണത്തിൽ ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് KK ഷീജ, ജില്ലാ വൈസ് പ്രസിഡന്റ് PC സരിത, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജോസ്, സെക്രട്ടേറിയറ്റ് അംഗം
കെ ബിന്ദു എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിൽ 24 മണിക്കൂറും സുരക്ഷാ ജീവനക്കാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിന് നിവേദനം നൽകി. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ചികിത്സയ്ക്കിടെ വെള്ളറക്കാട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വെള്ളറക്കാട് ചെറമനങ്ങാട് സ്വദേശി പൊള്ളൻ തറക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസ് ആണ് മരിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചതെന്ന് FIR-ൽ പറയുന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് ഹെർണിയയ്ക്കുള്ള ഓപ്പറേഷൻ നടത്തുന്നതിനിടെ ഇല്യാസ് മരിച്ചത്. ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിനുള്ള അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് സഹോദരൻ കുന്നംകുളം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിക്കെതിരെ കേസെടുത്തത്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട ചെറമനങ്ങാട് സ്വദേശി ഇല്യാസിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുകയെന്നാവശ്യപ്പെട്ട് ചെറമനങ്ങാട് പൗരാവലി ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. അയൂബ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സദസ്സിന്റെ ഉദ്ഘാടനം ഗിന്നസ് സത്താർ ആദൂർ നിർവഹിച്ചു. ഇല്യാസ് കുടുംബ സഹായ സമിതി ചെയർമാൻ MH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഷറഫു പന്നിത്തടം, പ്രകാശൻ പേങ്ങാട്ടുപാറ, അഷ്റഫ്, യാവൂട്ടി ചെറമനങ്ങാട്, സലീം പഴുനാന, സാബിർ ഗാസി മി, MM ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. ജസീർ ചെറമനങ്ങാട് സ്വാഗതവും MM അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. സംവിധാനം പ്രവർത്തിക്കാത്ത ഒരു വെന്റിലേറ്റർ സംവിധാനവും അതേപോലെ തന്നെ ഓക്സിജൻ നൽകാനുള്ള ഒരു സംവിധാനവും ഇല്ലാതെ ഈ ആശുപത്രിയിലെ ഈ മുതലാളിമാരും ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടേക്ക് വരുന്ന രോഗികളെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഇത് നാട്ടുകാരുടെ പ്രതിഷേധമാണ്. കുണ്ടന്നൂർ ചുങ്കം കാർ വർക്ക്ഷോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്ക്. അപകടം കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വീണ് യുവാവിനും പരിക്കേറ്റു. വിരുപ്പാക്ക അമരവളപ്പിൽ വീട്ടിൽ നിതീഷ്, പഴയന്നൂർ തോണിക്കടവ് വീട്ടിൽ അക്ഷയ്, ചേലക്കര വട്ടപ്പറമ്പിൽ വീട്ടിൽ ആഷി എന്നിവരെ എരുവപ്പെട്ടി എക്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇഞ്ചോടിഞ്ച് പോരിനൊടുവിൽ കായിക കിരീടം തൃശൂർ ഈസ്റ്റിന്. കായികമേള വിശേഷങ്ങളിലേക്ക്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ കണ്ട തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവത്തിന് കുന്നംകുളത്ത് കൊടിയിറക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ചാലക്കുടിയെ മറികടന്ന് കായിക കിരീടം തൃശൂർ ഈസ്റ്റിന്. ആതിഥേയരായ കുന്നംകുളം 5ാമതെത്തി. കുത്തകകൾ തകർത്ത് ഗുരുവായൂർ ശ്രീകൃഷ്ണയ്ക്ക് ചാമ്പ്യൻ സ്കൂൾ നേട്ടം സ്വന്തമാക്കാനായി. ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകണം. 1ാം സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ തുടരുമ്പോൾ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ഗ്രൗണ്ടിലായിരുന്നു കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കം. ആദ്യ ദിനം മുതൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല കിരീട നേട്ടം ഉറപ്പിച്ചാണ് മുന്നേറിയതെങ്കിലും അവസാന നിമിഷം ചാലക്കുടി ഉപജില്ല പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തിയതോടെ കായിക പ്രേമികൾ ആവേശത്തിലായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറി തൃശൂർ ഈസ്റ്റ് ഇത്തവണയും കനക കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു. 23 സ്വർണ്ണ മെഡലുകളുടെ പിൻബലത്തിൽ 183 പോയിന്റ് നേടിയാണ് തൃശൂർ ഈസ്റ്റ് വിജയകിരീടത്തിന് അർഹരായത്. 173.5 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല 2ാം സ്ഥാനവും 116 പോയിന്റ് നേടി ചാവക്കാട് ഉപജില്ല 3ാം സ്ഥാനവും നേടി. ആതിഥേയരായ കുന്നംകുളം 90.5 പോയിന്റോടെ 5ാം സ്ഥാനത്തിന് അർഹരായി. സ്കൂളുകളിൽ 68 പോയിന്റ് നേടിയ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 1ാമതായി. 63 പോയിന്റ് നേടിയ ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും നേടി. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സിലെ ER കാർത്തിക, ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ EJ സോണിയ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. സീനിയർ ബോയ്സ് വിഭാഗത്തിൽ ആളൂർ RMHSSലെ TS ആദിത്യനും ചാമ്പ്യൻ പട്ടത്തിനർഹനായി. ജൂനിയർ ബോയ്സിൽ 11 പോയിന്റ് നേടി മേലൂർ സെന്റ് ജോസഫിലെ ജെഫിൻ ജോഷി, ചാവക്കാട് ഗവൺമെന്റ് HSSലെ TA മഷൂഖ് റഹ്മാൻ എന്നിവരും ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസിലെ VM അശ്വതി, ആളൂർ RM ഹയർ സെക്കൻഡറിയിലെ ആൻമരിയ എന്നിവരും വ്യക്തിഗത ചാമ്പ്യന്മാരായി. സബ് ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികളിൽ
കുരിയച്ചിറ സെന്റ് പോൾസിലെ CM റയാനും പെൺകുട്ടികളിൽ തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറിയിലെ അഭിനന്ദ രാജേഷും ചാമ്പ്യൻ പട്ടത്തിന് അർഹരായി. സമാപന സമ്മേളനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ, കൗൺസിലർ ബിജു C. ബേബി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T. രാധ, കുന്നംകുളം AEO A. മൊയ്തീൻ, പ്രിൻസിപ്പൽ P. റസിയ, പ്രധാനാധ്യാപിക PT. ലിലി, സംഘാടക സമിതി ഭാരവാഹികളായ വിജയലക്ഷ്മി, AK. ഷാജി, KK. മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആൺ-പെൺ വിഭാഗങ്ങളിലായി 98 ഇനങ്ങളിൽ ജില്ലയിലെ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള 3668 കായിക പ്രതിഭകളാണ് മത്സരത്തിനിറങ്ങിയത്. മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണവും ഒരുക്കിയിരുന്നു. ഏറ്റുവാങ്ങുന്നു അശ്വതി VM, ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക. മൂന്നാം സ്ഥാനത്ത് ജില്ലയിലെ പ്രഖ്യാപിത കായിക ശക്തികളെ മലർത്തിയടിച്ചാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ചാമ്പ്യൻ സ്കൂളായത്. കൃത്യമായ മാസ്റ്റർ പ്ലാനോടെ കഴിഞ്ഞ ചില വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീകൃഷ്ണയെ ചാമ്പ്യൻ സ്കൂളാക്കി മാറ്റിയത്. ചാമ്പ്യൻ കിരീടം കുത്തകയാക്കി വെച്ചിരുന്ന വിദ്യാലയങ്ങളെ മറികടന്ന് ഒരിടവേളയ്ക്ക് ശേഷം കിരീടം വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രീകൃഷ്ണയ്ക്ക് വേണ്ടി വന്നത് 20 വർഷമാണ്. ഇതിനു മുൻപ് ഈ നേട്ടം കൊയ്തത് 2005-ലായിരുന്നു. 4 വർഷം മുൻപ് കുന്നംകുളത്ത് നടന്ന ജില്ലാ കായികോത്സവത്തിലേക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ നിന്ന് കായികാധ്യാപകൻ KP ഷിജുവിന്റെ കൈപ്പിടിച്ചെത്തിയത് വിരലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. ഈ വർഷം 42 പേർ ജില്ലയിൽ മത്സരിക്കാനിറങ്ങി. ആദ്യ ദിവസം മുതൽ തന്നെ പോയിന്റ് പട്ടികയിൽ ശ്രീകൃഷ്ണ തന്നെയായിരുന്നു മുന്നിൽ. പങ്കെടുക്കുന്ന ഇനങ്ങൾ, എതിരാളികൾ എല്ലാം കൃത്യമായി പഠിച്ചാണ് ട്രാക്കിലും ഫീൽഡിലും ഇവർ മെഡലുകൾ കൊയ്തെടുത്തത്. കൂട്ടായ്മയുടെ ഈ വിജയത്തിന് പിന്നിൽ കഠിന പ്രയത്നമുണ്ട്. തളർന്നു പോയപ്പോഴും വീഴാതെ പിടിച്ചു നിർത്തിയ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ പ്രോത്സാഹനവുമുണ്ട്. കായികാധ്യാപകൻ KP ഷിജുവിന്റെ വാക്കുകളിലേക്ക്. ജില്ലയിലെ പ്രഖ്യാപിത കായിക ശക്തികളെ പോലും അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ ഇത്തവണ റവന്യൂ ജില്ലാ കായിക മേളയിൽ നടത്തിയത്. വലിയ പ്രകടനം നടത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. കായികാധ്യാപകൻ നമ്മോടൊപ്പമുണ്ട്. PK ഷിജു ചോദിക്കാം, എത്ര പേരടങ്ങുന്ന സംഘമാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ 42 കുട്ടികളാണ് നമ്മൾ സബ് ജില്ല കഴിഞ്ഞ് റവന്യൂ ജില്ലയിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ചാവക്കാട് സബ് ജില്ലയിൽ അവിടെ നമ്മൾ ഓവറോളായിരുന്നു. അതിനുശേഷം 42 കുട്ടികളാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ മുതൽ ഞങ്ങൾ ഈ റവന്യൂ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഓവറോൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു, വളരെ ശാസ്ത്രീയമായി തന്നെ. ഇത്തവണ ഞങ്ങളുടെ കണക്കൂട്ടൽ വലിയ കാര്യമായിട്ട് തെറ്റിയില്ല. ഏകദേശം പ്രതീക്ഷ മെഡലുകളെല്ലാം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിശീലനം സൗകര്യം അതൊക്കെ എങ്ങനെയാണ്? പിന്നെ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയാലും ചെയർമാനായാലും എല്ലാം, ദേവസ്വം മെമ്പേഴ്സുകളായാലും ഞങ്ങൾക്ക് കായിക വികസനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സഹകരണവും അതുപോലെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി തരാൻ അവർ മുന്നിൽ തന്നെ നിൽക്കാറുണ്ട് ഇപ്പോൾ. എങ്കിലും വൈകാതെ തന്നെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂള് നല്ല രീതിയിൽ ഒരു പ്രകടനം സംസ്ഥാന രംഗത്തും വയ്ക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികളെ മത്സരത്തിനായി കണ്ടെത്തിക്കഴിഞ്ഞാൽ പരിശീലനം ആരംഭിക്കും. സ്കൂളിന്റെ മൈതാനവും 200 മീറ്റർ ട്രാക്കുമാണ് പരിശീലന സ്ഥലം. ആഴ്ചയിലൊരിക്കൽ ഓരോ കുട്ടിക്കും 50 രൂപ വീതം നൽകി കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിലെത്തിച്ച് പരിശീലനം ഒരുക്കും. 130 പേരാണ് സ്കൂളിൽ കായിക രംഗത്താകെയുള്ളത്. ത്രോയിലും ജംപ്സിലും ട്രാക്കിലും മികവുള്ളവർക്ക് വെവ്വേറെ പരിശീലനം നൽകുന്നുണ്ട്. 2 വർഷമായി CP ആൻഡോയും കുട്ടികളെ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കാൻ ഒപ്പമുണ്ട്. ടീമിപ്പോൾ 1.5 വർഷമായി നമ്മൾ ഈ ടീമിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ കുട്ടികൾ നല്ല റെസ്പോൺസാണ്. ലീവായിട്ടും അവർ വെക്കേഷനിലൊക്കെ ക്യാമ്പിന് വരാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കുട്ടികൾ ഇനിയും നമ്മുടെ സ്കൂളിൽ വന്ന് ചേരാൻ സ്പോർട്സ് ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഹോസ്റ്റലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ദൂരമാണ്. ദൂരത്ത് പോയി സ്കൂളിൽ വിട്ടിട്ട് ദൂരത്ത് വീട്ടിൽ പോകാനൊന്നും അവർക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതൊരു സൗകര്യമുണ്ട്.
ഇനിയും മുന്നോട്ടു പോകുവാൻ സ്പെഷ്യലൈസ് ചെയ്ത കായിക അധ്യാപകരുടെ സേവനവും ആലോചിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ TM ലത, പ്രധാനാധ്യാപിക ജൂലിയറ്റ് അപ്പുകുട്ടൻ, PTA പ്രസിഡന്റ് റൈനസ്, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ നൽകുന്ന പിന്തുണയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണയുടെ കരുത്ത്. കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുവാനും പരിശീലനത്തിനുമായൊരു ഹോസ്റ്റൽ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇനി ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സ്കൂളിന്റെ ഈ ആവശ്യം ദേവസ്വം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളും അധ്യാപകരും PTA-യും ദേവസ്വം എല്ലാം ചേർന്ന് കൈകോർക്കുമ്പോൾ ശുഭസൂചകമായ കായിക പ്രകടനങ്ങളാണ് ഷിജുമാഷും കുട്ടികളും ഉറപ്പു നൽകുന്നത്. കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി വന്നാണ് ശ്രീകൃഷ്ണ ഇത്തവണ ജില്ലാ കായികോത്സവത്തിൽ കിരീടം സ്വന്തമാക്കുന്നത്, ചാമ്പ്യൻ സ്കൂൾ പദവിയിലേക്ക് എത്തുന്നത്. ഈ നേട്ടം സംസ്ഥാന തലത്തിൽ വലിയ രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ടീം ശ്രീകൃഷ്ണ. ക്യാമറമാൻ ശരത്തിനൊപ്പം PS ടോണി. എത്ര സ്വർണം നേടിയാലും അത് പോയിന്റ് നിലയിൽ വരില്ല എന്നതിൽ വിഷമമുള്ളവരുണ്ട്. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ചാമ്പ്യൻ സ്കൂളിനേക്കാൾ സ്വർണം നേടിയ കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ തല ഉയർത്തി തന്നെയാണ് ട്രാക്ക് വിടുന്നത്. 10 സ്വർണം, 10 വെള്ളി, 3 വെങ്കലം. സ്വപ്നതുല്യമായ പ്രകടനമാണ് കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ്റേത്. പൊതുവിഭാഗത്തിൽ 1 സ്വർണവും 2 വെങ്കലവും നേടി. എന്നാൽ ഇതൊന്നും പോയിന്റ് പട്ടികയിൽ പ്രതിഫലിക്കില്ല. എന്നാൽ മീറ്റർ റെക്കോർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയാണ് ഈ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. കളത്തിലിറങ്ങിയ ഇനത്തിലെല്ലാം ഏറെക്കുറെ മെഡൽ നേടാനായെന്ന് പരിശീലകൻ ശ്രീനേഷ് പറഞ്ഞു. കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ കായിക കേരളത്തിന്റെ അഭിമാനമാണ്. ഇത്തവണയും കൂടുതൽ മെഡലുകൾ അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മോടൊപ്പം കായിക അധ്യാപകൻ ശ്രീനേഷ് മാഷുണ്ട്. മാഷോട് ചോദിക്കാം, എത്ര മെഡൽ സ്വന്തമാക്കി, എത്ര പേരാണ് മത്സരിച്ചത്? നമ്മുടെ 17 കുട്ടികളാണ് ഇറങ്ങിയത്. അതിൽ സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് മാത്രം 10 ഗോൾഡ്, 10 സിൽവർ, 3 ബ്രോൺസ്. അല്ലാതെ ജനറൽ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് 1 ഗോൾഡും 2 കുട്ടികൾക്ക് ബ്രോൺസും. അങ്ങനെ മൊത്തം സ്കൂളിൻ്റെ പേരിൽ 11 ഗോൾഡും 10 സിൽവറും 5 ബ്രോൺസാണ്. അതിൽ ഇവരുടെ ഈ ചാമ്പ്യൻ പട്ടത്തിൽ കണക്കുകൂട്ടത് കാരണം സ്കൂളിൻ്റെ പോയിന്റ് നിലയിൽ 1 ഗോൾഡും 2 ബ്രോൺസേ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് മൊത്തം 11 ഗോൾഡ്, 10 സിൽവർ, 3 ബ്രോൺസ് ഉണ്ട്. അതാണ് സ്കൂളിൻ്റെ മൊത്തം സമ്പാദ്യം. അതുപോലെ ഇപ്രാവശ്യം 2 കുട്ടികൾ സബ് ജൂനിയർ ടീമിൽ ഒരു കുട്ടി കയറിയിട്ടുണ്ട്. ആ കുട്ടി ഇവിടെ ഉണ്ട്. അവൻ 400 ഗോൾഡ് വന്നിട്ടുണ്ട്, 200-ലും 100-ലും സിൽവർ മെഡൽ വന്നിട്ടുണ്ട്. കേരള ടീമിലെ ഫുട്ബോൾ പ്ലെയറാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിൻസിപ്പൾ, മറ്റ് PTA, HM, അതുപോലെ VHSCയുടെ പ്രിൻസിപ്പൾ, അതുപോലെ PTA മെമ്പർമാർ എല്ലാവരും നമ്മളെ കൂടെ തന്നെയുണ്ട്. ഇവരുടെ ഏത് ആവശ്യത്തിനും ഇവർ കൂടെ നിൽക്കുന്നുണ്ട്. ഗെയിംസിലും കുന്നംകുളം ടീം നേട്ടങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. ജമ്മു കശ്മീരിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിലെ ഒരംഗം ഇവിടെ നിന്നായിരുന്നു. റസ്ലിംഗ് മത്സരത്തിൽ 10 പേരാണ് മോഡൽ ബോയ്സിൽ നിന്ന് സ്വർണം നേടിയത്. ഗെയിംസ് പരിശീലകന്റെ വാക്കുകളിലേക്ക്. ഫുട്ബോളിൽ എങ്ങനെ ടീം ഇവിടുത്തെ? ഫുട്ബോളിൽ നമുക്കിപ്പോൾ നിലവിൽ Under-17, Under-19 കാറ്റഗറിയിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത്. അപ്പോൾ അതിനകത്ത് Under-19 കാറ്റഗറിയിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വെച്ച് നടന്നിട്ടുള്ള നാഷണൽസിൽ വിന്നറായിട്ട് ടീമിലെ ഒരു അംഗം നമ്മുടെ സ്കൂളിലെ കുട്ടികളായിരുന്നു. ഇപ്പോൾ സബ് ജൂനിയർ കളിക്കാൻ പോകുന്ന, മധ്യപ്രദേശ് കളിക്കാൻ പോകുന്ന ടീമിൽ 2 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങുന്ന നമ്മുടെ സംസ്ഥാന കായികമേളയിൽ 5 കുട്ടികൾ Under-17 കാറ്റഗറിയിൽ നമുക്ക് മത്സരിക്കുന്നുണ്ട്. പരാതികളില്ലാതെ മേള മുന്നോട്ട് പോയതിൽ സന്തോഷമുണ്ടെന്ന് മോഡൽ ബോയ്സ് പ്രിൻസിപ്പൽ PA റസിയ ടീച്ചർ പറഞ്ഞു. വളരെ സ്മൂത്തായിട്ടാണ് ജില്ലാ സ്പോർട്സ് നടന്നത്. പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായാലും എല്ലാ അധ്യാപകരും പങ്കെടുത്തു. വലിയ കുട്ടികൾക്ക് വലിയ ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുന്നംകുളം മോഡൽ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ഡിവിഷൻ വിദ്യാർത്ഥികളായതുകൊണ്ട് സ്കൂളിൻ്റെ പേര് മുന്നിലേക്ക് വരില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ റെസ്ലിംഗ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10 ഗോൾഡൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമായിട്ട് സ്കൂളിൻ്റെ അഭിമാനമായിട്ട് തന്നെ കാണുന്നു. എല്ലാവരും വോളണ്ടിയേഴ്സായിട്ട് ഭയങ്കര കഠിനാധ്വാനം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 2 ട്രിപ്പിൾ, 1 ഡബിൾ അടക്കം 15ഓളം മെഡലുകൾ. പരിമിതികളെ അതിജീവിച്ചാണ് ആളൂർ RMHSന്റെ വിജയഗാഥ. EJ സോണിയ, അന്ന മരിയ എന്നിവർ ട്രിപ്പിൾ നേടിയത് മാത്രമല്ല, ചെറുസംഘമായി വന്ന വലിയ നേട്ടങ്ങൾ നേടിയതിന്റെ വിജയബേരിയാണ് ഇവരുടേത്. പരിമിതികളുണ്ട്, പക്ഷെ തളർന്നിരിക്കാൻ സ്കൂളിലെ കായികാധ്യാപകൻ അരുൺ K. അരവിന്ദാക്ഷനും കുട്ടികളും തയ്യാറല്ല. ഇത്തവണ 15 കുട്ടികളുമായി ജില്ലാമേളയ്ക്കെത്തിയാണ് ചാമ്പ്യൻ സ്കൂളുകളുടെ പട്ടികയിൽ വലിയ മുന്നേറ്റം നടത്തിയത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികളാണ് പലരും എന്നതിനാൽ സ്പോർട്സ് അക്കാദമി പരിശീലനവും മറ്റും ഇവർക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ല. സമീപത്തൊന്നും നല്ല പരിശീലന ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ
കിലോമീറ്ററോളം സഞ്ചരിച്ച് മാഷും കുട്ടികളും പറ്റാവുന്ന സമയത്തൊക്കെയും കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിലെത്തും. രാവിലെ 5-ന് വീട്ടിൽ നിന്നിറങ്ങി 6:15 ആകുമ്പോഴേക്കും ട്രാക്കിലെത്തിയാണ് പരിശീലനം. ഇവിടെ ഒരു കുട്ടിക്ക് 50 രൂപ വീതം പ്രവേശന ഫീസ് കൊടുക്കണമെന്നതിനാൽ സുഹൃത്തുക്കളെ പലരെയും സ്പോൺസർമാരാക്കിയാണ് ഫീസും കുട്ടികളുടെ ഭക്ഷണത്തിനുള്ള പണവും കണ്ടെത്തുന്നതെന്ന് കായികാധ്യാപകൻ അരുൺ CCTVയോട് പറഞ്ഞു. ഇത്തവണ എത്ര പേരായിട്ട് വന്ന് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ വന്നത് 15 പേരായിട്ടാണ് വന്നത്. ഞാനൊരു 70 പോയിന്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം 63 വരെ വന്ന് നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഒന്നോ രണ്ടോ ഫസ്റ്റ് സെക്കൻഡായി മാറി, ഒരു സെക്കൻഡ് ബ്രോങ്സ് ആയി മാറി. അതിലാണ് ഈ സ്ലിപ്പ് അപ്പ് ഉണ്ടായിട്ടുള്ളത്. പരിശീലന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ പരിമിതി അല്ലാതെ സ്കൂളിനുണ്ട്. പിന്നെ ഉള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാർമലിൽ പോയി പ്രാക്ടീസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സിന്തറ്റിക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഇപ്പോൾ ഇതിൽ സിന്തറ്റിക്കിൽ വരണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ കുറേ ട്രാവൽ ചെയ്യണം. അതിലിപ്പോൾ ഒരു കുട്ടി മാള എന്ന് പറഞ്ഞ കുട്ടിയാണ്, ഏകദേശം ഒരു 70 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വേണമെങ്കിൽ വരാൻ. നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ എഫേർട്ടിൻ്റെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലായിരിക്കും ഇവരുടെ എഫേർട്ട്. അപ്പോൾ ഒരിക്കലും ആസ് എ ടീച്ചർ എനിക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഭാഗ്യം കൂടിയാണ്. കാരണം ഇതുപോലത്തെ ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആരെ സിങ്ക് ചെയ്താലും ആ മൈൻഡ് സെറ്റിൽ എല്ലാവരും വരും. ട്രിപ്പിൾ നേടിയ സോണിയ 100, 200 ഹൈ ജമ്പ് എന്നീ ഇനങ്ങളിലാണ് സ്വർണം കൊയ്തത്. അന്നമരിയ 100, 200, 400 മീറ്ററിലും ഒന്നാമതെത്തി. എതിരാളികളിൽ നിന്ന് കാര്യമായ മത്സരം ഉണ്ടായില്ലെന്നാണ് ഇരുവരുടെയും അഭിപ്രായം. ട്രിപ്പിൾ നേട്ടം കിട്ടിയ 2 കുട്ടികളുണ്ട്, ഡബിൾ അടിച്ച കുട്ടികളുണ്ട്. ട്രിപ്പിൾ നേട്ടം കിട്ടിയ സോണിയ അല്ലേ? ഞാൻ 100, 200 ഹൈ ജമ്പും ചെയ്തു. നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ഹൈ ജമ്പ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷം സ്റ്റേറ്റിലും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് 200 ബ്രോൺസ് ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായില്ല. ഏതൊക്കെ 100, 200, 400 നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. വിചാരിച്ചേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റി. അങ്ങനെയല്ല, കുഴപ്പമില്ല. സ്റ്റേറ്റിക്ക് 21-ാം തീയതി പോവാണ്. എങ്ങനെ പ്രതീക്ഷ കണ്ടാണ്ട് അവിടെ ചെല്ലുമ്പോൾ ബെസ്റ്റ് ചെയ്യാൻ പറ്റും. പറ്റുന്ന പ്രതീക്ഷ. ഭാഷ എങ്ങനെ, കോച്ചിങ് എങ്ങനെ? സാറിന്റെ ഡെഡിക്കേഷൻ ചെറുതല്ല, ഞങ്ങളെക്കാളും നല്ല ഡെഡിക്കേഷൻ സാറിന് തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഞങ്ങളും ചെയ്യാറുണ്ട്. പലരും അക്കാദമി സ്പിരിറ്റുമായി കളത്തിലിറങ്ങുമ്പോൾ സ്കൂളെന്ന ആവേശവുമായിട്ടാണ് ഇവർ മത്സരരംഗത്തിറങ്ങുന്നത്. സംസ്ഥാന മീറ്റിലും മുന്നിലെത്താൻ സാധിക്കുമെന്നാണ് പരിശീലകന്റെയും കുട്ടികളുടെയും പ്രതീക്ഷ. ചെറുസംഘമായെത്തി നല്ല നേട്ടം കൊയ്തതിന്റെ അഭിമാനത്തിലാണ് കരിക്കാട് അല്ലമിൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. ഡബിൾ സ്വർണം നേടിയ എൽന ഷാബു ഉൾപ്പെടെ വിരലിലെണ്ണാവുന്നവരാണ് ജില്ലാ മീറ്റിലെത്തിയത്. 2 സ്വർണം, 3 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ നേടിയാണ് ഇവർ കളം വിട്ടത്. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തെത്തിയ ഇവർ പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന മീറ്റിലേക്ക് എത്തുന്നതെന്ന് പരിശീലകൻ PM ഷെരീഫ് പറഞ്ഞു. സമീപകാലത്ത് കായികമേളകളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് കരിക്കാട് അല്ലമിൻ സ്കൂൾ. കഴിഞ്ഞ 3 ഉപജില്ലാ കായികമേളകളിൽ സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അവർ നേടിയിട്ടുണ്ട്. ഇത്തവണ ജില്ലാ കായികമേളയിലും വിസ്മയകരമായ പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. കോച്ചുണ്ട്, കുട്ടികളുണ്ട്. ചോദിക്കാം, എത്ര ഇനങ്ങളിലാണ് മത്സരിച്ച്, എത്ര പേരാണ് ടീമാണ്? നമുക്ക് ഇപ്രാവശ്യം 14 പേരാണ് പങ്കെടുക്കാൻ ജില്ലാതലത്തിൽ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് 6 പേർക്ക് പോയിന്റുകൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. ത്രോസിൽ നമുക്ക് കൂടുതലും പോയിന്റ് എടുത്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ഓവറോൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഒരു റിലേ മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ട് 10 പോയിന്റ് പോയതുകൊണ്ട് നമ്മൾ 9 പോയിന്റ് സെക്കൻഡ് ഓവറോളായി മാറിയത്. അതിൽ നമുക്ക് ഒരു വിഷമമുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്കായാലും നല്ല വിഷമം വന്നിട്ടുണ്ട്. ഷോട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും 1ാം സ്ഥാനം നേടിയ എൽന ഷാബുവായിരുന്നു കരിക്കാടിന്റെ അഭിമാന താരം. ഉപജില്ലയിലെ വ്യക്തിഗത ചാമ്പ്യനായിരുന്ന ഈ കുട്ടി സംസ്ഥാന അമാച്വർ മീറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഷോട്ട് പുട്ട് ത്രോയും ഡിസ്കസ് ത്രോ. ഇങ്ങനെ മത്സരം എങ്ങനെയാ വരുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു? മത്സരം ഇല്ല, കുഴപ്പമില്ല. കാരണം 2 കൊല്ലമായിട്ട് ഉണ്ട്. 2 വർഷമായിട്ട് ഫസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റിക്ക് മുമ്പ് എങ്ങനെ പ്രതീക്ഷകളൊക്കെ എങ്ങനെ? ഒരു തേർഡെങ്കിലും വരണമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ട്. ബെസ്റ്റ് ചെയ്യും. നല്ല പരിശീലനമൊക്കെ സ്കൂളിൽ എങ്ങനെ കോച്ചും? സ്കൂളില് ഗ്രൗണ്ട് എന്ന് പറയാനില്ല, പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യുന്നു. പരിശീലനം കിട്ടാറൊക്കെ ബെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രതീക്ഷ. കരിക്കാട് ബെസ്റ്റ് ചെയ്യും. AA ആബിദ്, PG വൈഗ, ഫാത്തിമ ഫിദ, മുഹമ്മദ് അഭിനവ്, അനാമിക എന്നിവരും സ്കൂളിനായി മെഡൽ നേടി. ഉപജില്ലാ കായികമേളയിൽ നിർഭാഗ്യം കൊണ്ടാണ് ഓവറോൾ 2ാം സ്ഥാനത്തേക്ക് പോയതെന്ന് പരിശീലകനും കുട്ടികളും പറഞ്ഞു. കഴിഞ്ഞ 3 ഉപജില്ലാ മീറ്റിലും ഓവറോൾ 2ാം സ്ഥാനം കരിക്കാട് അല്ലമീന് തന്നെയായിരുന്നു. ഇനിയും കായികരംഗത്ത് മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് ഈ സംഘത്തിന്റെ പ്രതീക്ഷ.
ജന്മനാ തന്നെ പൂർണ്ണമായ കേൾവിശക്തിയില്ല. എന്നാൽ മെഡൽ വാരിക്കൂട്ടാൻ സോനയ്ക്കതൊരു പരിമിതിയേ അല്ല. കൊടുങ്ങല്ലൂർ എറിയാട് GKVHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സോനയ്ക്ക് ജനിക്കുമ്പോൾ തന്നെ കേൾവിശക്തിയില്ലായിരുന്നു. ശ്രുതിതരംഗം വഴി കോക്ലിയർ ഇംപ്ലാന്റിലൂടെയാണ് കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും. മീറ്റിൽ ജൂനിയർ വിഭാഗത്തിൽ 200 മീറ്ററിൽ 2ാം സ്ഥാനവും 100 മീറ്ററിൽ 3ാം സ്ഥാനവും നേടിയ സോന സതീഷ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന പരിമിതികളെ വിജയകരമായി മറികടന്ന പ്രതിഭയാണ്. ചെറുപ്പം മുതലേ ഓട്ടത്തിലും മറ്റും മികവ് പുലർത്തിയ കുട്ടിയെ മാതാപിതാക്കളാണ് കായികരംഗത്തെത്താൻ പ്രോത്സാഹനം നൽകിയത്. പിന്തുണയുമായി അധ്യാപകരും സഹപാഠികളും നിന്നതോടെ സോന ഉപജില്ലയിലും ജില്ലയിലും താരമായി. പരിശീലനത്തിനും മറ്റുമായി GK ഗ്രൗണ്ട് സ്പോർട്സ് കൾച്ചറൽ ക്ലബിന്റെ പിന്തുണയും ലഭിക്കുന്നു. ഇപ്പൊ ഈ മിഷന്റെ ഇതിലാണ് കേൾക്കുന്നത്. ഈ മെഷീനിലൂടെ കേൾക്കുന്നത്. ജന്മനാ തന്നെ ജന്മനാ കഴിവില്ല, അങ്ങനെയായിരുന്നു. ഇനി സ്പോർട്സിലേക്ക് വരാൻ ആരാ കാരണം? എന്താ മോട്ടീവ് ആരായിരുന്നു? മോട്ടീവ് ആരാന്ന് വെച്ചാല് ഞാനിങ്ങനെ ചെറുതിലെ തന്നെ ഞാനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പങ്കെടുത്തു. പിന്നെ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു. സ്റ്റേറ്റ് മീറ്റിലും പോയിട്ടുണ്ട്. സ്റ്റേറ്റ് മീറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഗണ്ണിന്റെ ഇതില്ല, ഗണ്ണില്ല, വിസിലാണ്. അപ്പൊ തടസ്സം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല. അവിടെ വല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം എന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ എന്തെങ്കിലും ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്തു 3.5 വയസ്സിൽ. സർക്കാർ പദ്ധതി പ്രകാരമാണ്. ശ്രുതിതരംഗത്തിന്റെ പോകുന്നുണ്ട്. നന്നായി ചെയ്യാൻ സാധിക്കുന്ന പ്രതീക്ഷയുണ്ടോ? ചെയ്യും. ശരിക്കും സപ്പോർട്ട് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എൻ്റെ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടാണ്. പിന്നെ ചേച്ചി നല്ല സപ്പോർട്ടാണ്. പിന്നെ സാർ നല്ല സപ്പോർട്ടാണ്. നല്ല ഇതിലൊക്കെയാണ്. തിരുവനന്തപുരത്ത് സംസ്ഥാന മീറ്റിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അനുഗ്രഹീത കായികതാരം. അമനങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിക്കുന്ന അഭിനയ പരിശീലന പദ്ധതി ഭാവരസയുടെ 2ാം ഭാഗത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് കലാനിർവാഹക സമിതി അംഗവും ചൂണ്ടൽ പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാനുമായ MK ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. കലാ സെക്രട്ടറി TV ജോൺസൺ, ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ഗംഭീരമായിട്ട് ചെറിയ സമയമുള്ളതെങ്കിലും വളരെ മനോഹരമായിട്ടും അതിഗംഭീരമായിട്ടും ഞാനൊക്കെ അതിശയിക്കുന്ന തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 20ഓളം നാടക പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി ഈ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ 2ാം ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലൈക്കുഴു, കുനമുച്ചി കല എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് അഭിനയ പരിശീലന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ബാദൽ സർക്കാർ അവാർഡ് ജേതാവായ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രളയനാണ് ഭാവരസ ചാപ്റ്റർ 2ന് നേതൃത്വം നൽകുന്നത്. ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ 20ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. അഴിമതികൾ കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ SP റാങ്കിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് രൂപം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഗുരുവായൂർ നഗരസഭ സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 5.25 ലക്ഷം വീടുകളുടെയെങ്കിലും പണി പൂർത്തിയായിരിക്കുകയാണ്. ഇന്ത്യയിൽ വീട് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാന കേരളമാണ്. 4 ലക്ഷം തുക കൊടുക്കുന്നത്. 4 ലക്ഷം 64 കോടിയോളം രൂപയാണ് ഈ ഗുരുവായൂർ നഗരസഭയിൽ മാത്രം ലൈഫ് ഭവന പദ്ധതിയിൽ 1500 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ ചെലവഴിച്ചിട്ടുണ്ട്. സർക്കാരും മുനിസിപ്പാലിറ്റി ചേർന്ന് അതൊക്കെ സന്തോഷിക്കേണ്ട നേട്ടം. ഇങ്ങനെ നിർദ്ദികാരനായിട്ട് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വഴി 64 കോടി രൂപ ചെലവിൽ 1484 വീടുകൾ ഗുരുവായൂർ നഗരസഭയും സർക്കാരും ചേർന്ന് നിർമ്മിച്ചു നൽകാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യാതിഥിയായി. നഗരസഭയുടെ വികസനരേഖ മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേരളത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓൺലൈൻ സംപ്രേഷണവും ഉണ്ടായി.
ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വിനോദ് കുമാർ, എം ഷെഫീർ, ശൈലജ സുധൻ, എസ് മനോജ്, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1,12,00,000 രൂപയാണ് അവാർഡ് തുകയായി ഗുരുവായൂർ നഗരസഭ നേടിയത്. ഇന്ത്യയിൽ വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്ത് കോവിഡ് ബാധിച്ചു മരിച്ച വോൾഗ ഷൌക്കത്തിന്റെ കുടുംബത്തിന് ആശ്വാസമായി കോൺഗ്രസ്. ചാവക്കാട് ഫർക്ക റൂറൽ സഹകരണ ബാങ്കിൽ പണയത്തിലായിരുന്ന വീടിന്റെ ആധാരം ബാധ്യത തീർത്ത് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്ത് നൽകി. ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഷൌക്കത്തിന്റെ മാതാവ് സുഹറയ്ക്ക് ആധാരം കൈമാറി. PT അജയ് മോഹൻ, ജോസഫ് ചാലുശ്ശേരി, ബീന രവിശങ്കർ, PV ബദറുദ്ദീൻ, അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഷൌക്കത്ത് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ആധാരം ചാവക്കാട് ഫർക്ക റൂറൽ സഹകരണ ബാങ്കിൽ പണയത്തിലായിരുന്നു. വലിയൊരു സംഖ്യ ബാധ്യതയുള്ള പ്രമാണം തിരിച്ചെടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മാതാവ് സുഹറ അന്നത്തെ MP TN പ്രതാപനെ അറിയിച്ചിരുന്നു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപനെ വിവരം അറിയിച്ചതോടെ ഈ ആവശ്യം ഗോപപ്രതാപൻ ഏറ്റെടുത്തു. പൊതുപിരിവ് നടത്താതെ ഗോപപ്രതാപന്റെ 3 വർഷത്തെ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ശമ്പളം പൂർണ്ണമായും ബാങ്ക് ഡയറക്ടർമാരുടെ സിറ്റിംഗ് ഫീസും ചേർത്ത് ജീവനക്കാരുടെ സഹകരണത്തോടെയാണ് ബാധ്യത തീർത്തത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാൾ ഒക്ടോബർ 24-25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുന്നാൾ ആഘോഷ തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റം ഒക്ടോബർ 19 തീയതി ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം നടക്കും. ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട് പെരുന്നാൾ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കും. 24 തീയതി ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് യൂത്ത് ലീഗ്, സൺഡേ സ്കൂൾ, വനിതാ സമാജം എന്നിവയുടെ സംയുക്തമായ വിളംബര ഘോഷയാത്രയും വൈകിട്ട് 7 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മിത്രാപോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും നടക്കും. തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും കൈമുത്തും ഉണ്ടായിരിക്കും. രാത്രി 9 മണിക്ക് ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ അണിനിരക്കുന്ന വിവിധ ദേശക്കാരുടെ പെരുന്നാൾ ആരംഭിക്കും. 25 തീയതി രാവിലെ 8 മണിക്ക് സിറിൽ മാർ ബസേലിയോസ് മിത്രാപോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് വിവിധ ദേശക്കാരുടെ പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് 4 മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പള്ളിയങ്കണത്തിൽ ഗജവീരൻ അണിനിരക്കുന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. 5 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്ത്തും പൊതുസദ്യയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട്, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങളായ KC ഷൈൻ, PK ബിജു, മീഡിയ കൺവീനർ ബെന്നി ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു. ശബരിമലയിലെ സ്വർണ്ണ വിഷയത്തിൽ മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം തികച്ചും അസംബന്ധമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ. 2019 VN വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമാകാത്ത ആൾ ഇന്ന് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ഒളിപ്പില്ലായ്മയാണ് കാണുന്നതെന്നും MLA പറഞ്ഞു. ബാലഗോകുലത്തിന്റെ മറവിൽ RSS അനന്തു അജിയെ കൊന്നതാണെന്ന് ആരോപിച്ച് DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു MLA. ഇതിലും വലിയ ഒരു അസംബന്ധം മുദ്രാവാക്യമായി സ്വീകരിച്ച് ജാഥ നടത്താൻ കോൺഗ്രസിനല്ലാതെ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഉളുപ്പുണ്ടാവും? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാകുമോ? കോട്ടയം ജില്ലാ സെക്രട്ടറി രാജിവെക്കണം എന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ 2025 ഒക്ടോബർ മാസത്തിൽ ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഖാദർ ഏതെങ്കിലും ഒരു ഭരണപരമായ ചുമതല വഹിക്കുന്നുണ്ടെന്ന് കൂട്ടുക. ആ സമയത്ത് അബ്ദുൽ ഖാദർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു സമരം നടത്തുന്ന പോലെയല്ലേ ഇത്? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും 2019 വാസവൻ രാജിവെക്കണം എന്ന് പറയുക. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പെലക്കാട്ട് പയ്യൂർ കോളങ്ങാട്ട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് മഗ്രിബ് നമസ്കാരത്തോടുകൂടിയാണ് പള്ളി വിശ്വാസ സമൂഹത്തിനായി തുറന്നു നൽകിയത്. അതോടൊപ്പം ഇത് പെട്ടെന്നങ്ങ് പൊന്തിയതല്ല എന്ന് നമുക്കറിയാം. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രയത്നങ്ങൾ നിങ്ങളെല്ലാവരുടെ ഭാഗത്തു നിന്നും, അതുപോലെ ഒരുപാട് മനസ്സംഘർഷങ്ങൾ ഉണ്ടായ ഘട്ടങ്ങൾ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നാം എത്തിയിട്ടുള്ളത്.
ഉച്ചതിരിഞ്ഞ് 5:30 മദ്രസയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പള്ളിയങ്കണത്തിലെത്തി സമാപിച്ചു. വിശ്വാസികളുടെ നിറസാന്നിധ്യത്തിൽ പള്ളിയിൽ നടന്ന മഗ്രിബ് നിസ്കാരത്തിന് സമസ്ത കേന്ദ്ര മുശാഫറ അംഗം അബ്ദുസലാം ബാഗവി നേതൃത്വം നൽകി. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം അബ്ദുസലാം ബാഗവി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ഇ.കെ. ഹംസ ഹാജി അധ്യക്ഷനായി. അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. അലി അക്ബർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പി.എൻ. റയ്യാൻ ഖിറാഅത്ത് നടത്തി. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കേച്ചേരി റേഞ്ച് സെക്രട്ടറി സൈനുൽ ആബിദ് ഫൈസി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി, മഹല്ല് സെക്രട്ടറി ഇ.ഐ. അംസ, ചൂണ്ടൽ ഖത്തീബ ഇ.കെ. മൂസ മുസ്ലിയാർ, അരിയന്നൂർ ഖത്തീബ് മുഹമ്മദ് അൽഫൽ ഫൈസി, പോർക്കളേങ്ങാട് ഖത്തീബ് മുസ്തഫ ഫാളിലി, മഹല്ല് ജോയിന്റ് സെക്രട്ടറി എം.എച്ച്. ഷദീദ് എന്നിവർ സംസാരിച്ചു. മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ എം.ജെ. ജംഷീദിനെ ചടങ്ങിൽ ആദരിച്ചു. മസ്ജിദിൽ 73 വർഷം മുൻപ് ഇ.കെ. ഉമ്മർ ഹാജി സ്ഥാപിച്ച് മാസം തോറും നടത്തിവരുന്ന ഖാദ്രിയ റാത്തീബിന് ശനിയാഴ്ച രാത്രി 9 മണിക്ക് തുടക്കമാകും. ഇ.കെ. ഉമറുൽ ഫാറൂഖ് നൂറാനി, ഇ.കെ. അഹമ്മദുൽ കബീർ റിഫായി, ഇ.കെ. അലിമൂർ തള അഹ്സനി, മഹല്ല് ഖത്തീബ് അലി അക്ബർ ഫൈസി അബ്ദുൽ ഗഫൂർ അൻസരി, മുഹമ്മദ് സാലിം സഖാഫി, അഷ്റഫി തുടങ്ങിയവർ ഖാദിരിയ റാത്തീബിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 11:30 വരെ ഭക്ഷണ വിതരണവും ഉണ്ടാകും. ഗുരുവായൂർ നഗരസഭ 8ാം വാർഡ് പാലാ ബസാറിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജയ്ഹിന്ദ് റോഡ് നാടിന് സമർപ്പിച്ചു. മുരളി പെരുന്നെല്ലി എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി എം.എൽ.എയുടെ 2024-2025 ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് ചെയ്ത ജയ്ഹിന്ദ് റോഡ്, കാന എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൗൺസിലർ ബിന്ദു പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. 8ാം വാർഡ് കൗൺസിലർ രഹിത പ്രസാദ് സ്വാഗതവും ഗിരിജ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. പുന്നത്തൂർ കോട്ടപ്പടി അങ്ങാടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം എൻ.കെ. അക്ബർ എം.എൽ.എ. നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഓവർസിയർ വി.എ. ആകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ 32, 35, 36 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കോട്ടപ്പടി പള്ളി പുന്നത്തൂർ റോഡിനെ 52.70 ലക്ഷം രൂപ അടങ്കൽ തുക ഉപയോഗിച്ചാണ് നവീകരിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, മുൻ വൈസ് ചെയർമാൻ കെ.പി. വിനോദ് എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ ബിബിത മോഹനൻ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ.എസ്. മനോജ് നന്ദിയും പറഞ്ഞു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരി ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായ് ധന്വന്തരി ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടുത്തി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആയുർവേദവും നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രവും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ എ.സി. മൊയ്തീൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. വസന്തലാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ്.ആർ. ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കെ.എൻ. ദീപേഷ്, വാർഡ് മെമ്പർ എം.സി. ഐജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, പി.സി. അബാൽമണി എന്നിവർ സംസാരിച്ചു. സീതാറാം ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാമനാഥൻ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ പി.എം. വാര്യർ, മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ കിരൺ ആനന്ദ്, അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ വിഭാഗം തൃശൂരും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ മെഡിക്കൽ പരിശോധന, രക്തപരിശോധന, രക്തസമ്മർദ്ദം, ശ്വാസകോശ പരിശോധന, ത്വക്ക് പരിശോധന, ശുചിത്വ ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.പി. ചിന്തയുടെ നിർദ്ദേശപ്രകാരം അരിയന്നൂർ, നമ്പഴിക്കാട് കേന്ദ്രങ്ങളിൽ രാത്രി 7 മണി മുതൽ 9:30 വരെ നടന്ന ക്യാമ്പിന് തൃശൂരിലെ ആരോഗ്യ പ്രവർത്തകരായ കെ.എസ്. വിദുല, നഹമിയ ഡെന്നി, റജി മെക്കാട്ടിൽ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, വി.എൽ. ബിജു, ടി.എസ്. ശരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ട് മതേതരത്വം, ഭരണഘടനാ സംരക്ഷണം, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട്, വന്യമൃഗ ആക്രമണം, ഭൂനിയമങ്ങൾ, കാർഷികോൽപ്പന്ന വിലത്തകർച്ച, വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ജാഥ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലാണ് നയിക്കുന്നത്. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി ആമുഖ പ്രസംഗം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റും
അതിരൂപത ജനറൽ സെക്രട്ടറിയുമായ KC ഡേവിസ് അധ്യക്ഷനായി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപ്പാറ, വേലൂർ ഫൊറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഫാദർ ഷോജോമോൻ മഞ്ഞടിക്കൽ, അതിരൂപത ഭാരവാഹികളായ ആൻഡോ തൊറയൻ, അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർ മാത്യൂസ് രാജൻ, ഡോക്ടർ ജോൺസൺ ആളൂർ, എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി എന്നിവർ നേതൃത്വം നൽകി. നെല്ലുവായി ടാക്സി ഡ്രൈവേഴ്സിന്റെ 20ാം വാർഷികം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് PV സതീശൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ MK ജോസ് മുഖ്യാതിഥിയായി. പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മാധ്യമരംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ റഷീദ് എരുമപ്പെട്ടി മികച്ച ജീവൻ രക്ഷാ പ്രവർത്തകനുള്ള പുരസ്കാരം ലഭിച്ച ആക്സ് ഡ്രൈവർ PM ഷഫീദ് മാരക ലഹരിയല്ല ജീവിത ലഹരി എന്ന സന്ദേശമുയർത്തി 30 കിലോമീറ്റർ മാരത്തോൺ പൂർത്തിയാക്കിയ TS രാജൻ എന്നിവരെ ആദരിച്ചു. കോർഡിനേറ്റർമാരായ ഉണ്ണി നെല്ലുവായ്, MU കമറുദ്ദീൻ, ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി റിജോ തറയിൽ, ട്രഷറർ നിഷാദ് തോപ്പിൽ, ജോയിന്റ് സെക്രട്ടറി NG പ്രതീഷ്, രാജൻ പഴവൂർ, MS സതീഷ്, KP രാജൻ, ഫസലു, നാരായണൻ കാവിൽ, പത്മദാസ്, പവിത്ര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിപ്പല്ലൂർ എക്സലന്റ് ടീംസിന്റെ നേതൃത്വത്തിൽ കാൽപന്ത് കളിയാണ് ലഹരി എന്ന ശീർഷകത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിൽ നടത്തിയ മത്സരം പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷിബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് യദുകൃഷ്ണൻ അധ്യക്ഷനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെ മികച്ച ജീവൻ രക്ഷാ പ്രവർത്തകനുള്ള പുരസ്കാരം ലഭിച്ച ആക്സ് ഡ്രൈവർ ഷഫീദ്, പ്രവർത്തകൻ മഹേഷ്, കേരള സ്കൂൾ ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച MS മുഹമ്മദ് സയാൻ, മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV TCV റിപ്പോർട്ടറുമായ റഷീദ് എരുമപ്പെട്ടി, ഫുട്ബോൾ രംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച ടോണി പ്ലേബോയ്സ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM സലീം, ക്ലബ് സെക്രട്ടറി S സന്ദീപ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പ്രശസ്തരായ 16 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ പ്ലേബോയ്സ് തൃശൂർ ചാമ്പ്യന്മാരായി. ചെമ്പൻ FC തൃശൂർ റണ്ണേഴ്സായി. വെറ്ററൻസ് സൗഹൃദ മത്സരത്തിൽ CR സെവൻസ് മരത്തംകോട് ജേതാക്കളായി. എരുമപ്പെട്ടി പഞ്ചായത്ത് വികസന സദസ്സ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ KB ബബിത, NP അജയൻ, PM സജി, സ്വപ്ന പ്രദീപ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ കാൽനട യാത്രികനായ തമിഴ്നാട് സ്വദേശി ബസ് തട്ടി മരിച്ചു. 77 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വൈകിട്ട് 5:45 സംഭവം. അപകടത്തിൽ പരിക്കേറ്റ വിജയനെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിയുടെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഒക്ടോബർ 21 ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കും. ക്ഷേത്രത്തോട് ചേർന്നുള്ള മേൽക്കൂരയുള്ള സ്ഥിരം ബലിമണ്ഡപത്തിലാണ് ബലികർമ്മങ്ങൾ നടക്കുക. തർപ്പണത്തിന് എത്തുന്നവർക്ക് തിലഹോമം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം എന്നിവ ഉണ്ടാകും. ശാന്തിമാരായ PA അനീഷ്, K പുരുഷോത്തമൻ എന്നിവർ കാർമ്മികരാകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ചാവക്കാട് താലൂക്ക് തലത്തിൽ ധർണ നടത്തി. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ധർണ സംഘടനാ ജില്ലാ പ്രസിഡന്റ് EV അശോകൻ ഉദ്ഘാടനം ചെയ്തു. സജി ജോസഫ്, PK ഷിനോദ്, പ്രമിൻ ചിക്കോ, KV രാജീവൻ, PM ഷമീന, ഡാഗി ഷിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തപാൽ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സ്നേഹപൂർവ്വം അമ്മയ്ക്ക് എന്ന പരിപാടിയിൽ കുന്നംകുളം തപാൽ ഓഫീസിലെ പോസ്റ്റ് വുമൺ ലീലയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് KK മഞ്ജുള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രേമരാജൻ അധ്യക്ഷനായി. സീനിയർ അധ്യാപിക ഡോക്ടർ CA പ്രിൻ പോസ്റ്റ്മാൻ ലീലയെ ആദരിച്ചു. സ്കൂൾ ലീഡർ വിസ്മയ വിനോജ് 30 വർഷത്തെ തപാൽ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി ലീലയുമായി അഭിമുഖം നടത്തി. സ്നേഹപൂർവ്വം അമ്മയ്ക്കായി കുട്ടികൾ തയ്യാറാക്കിയ 200 പോസ്റ്റ് കാർഡുകൾ ലീലയെ ഏൽപ്പിച്ചു. SRG കൺവീനർ ഷീബ TG സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി VJ ജോഷി നന്ദിയും പറഞ്ഞു. ലോക ഭക്ഷ്യദിനത്തിൽ സ്കൂൾ മുറ്റത്തെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത് ഉച്ചഭക്ഷണം തയ്യാറാക്കി വേലൂർ RM LP സ്കൂൾ.
പയർ, തക്കാളി, വെണ്ട, മുളക്, വഴുതന എന്നിവയാണ് വിളവെടുത്ത് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പാചകക്കാരി പി കെ ശാന്തകുമാരിക്ക് നൽകിയത്. പ്രധാന അധ്യാപകൻ CJ ജിജു, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ്, അധ്യാപകരായ EL ലാലി, PK സുനി, പൗഷ, ലിസി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ വീടുകളിൽ കൃഷി ചെയ്യാനുള്ള വിത്തുകളുടെ വിതരണവും ഉണ്ടായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,995 രൂപ, സ്വർണം പവന് 95,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 192 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ കണ്ട തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവത്തിന് കുന്നംകുളത്ത് കൊടിയിറക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ചാലക്കുടിയെ മറികടന്ന് കായിക കിരീടം തൃശൂർ ഈസ്റ്റിന്. ആതിഥേയരായ കുന്നംകുളം 5ാമത്. കുത്തകകൾ തകർത്ത് ഗുരുവായൂർ ശ്രീകൃഷ്ണയ്ക്ക് ചാമ്പ്യൻ സ്കൂൾ നേട്ടം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ഒക്ടോബർ 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞിക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ചികിത്സയ്ക്കിടെ വെള്ളറക്കാട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ്. മരിച്ചയാളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുകയെന്നാവശ്യപ്പെട്ട് ചെറുമനങ്ങാട് പൗരാവലി ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.